അക്കൗണ്ട് ഫ്രീസായി എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഒരു അക്കൗണ്ട് സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ വഴിയോ അല്ലെങ്കിൽ ഒരു KYC അപ്ഡേറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലോ ഒക്കെ ഇപ്പോൾ ഫ്രീസ് ചെയ്യപ്പെടുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. പലപ്പോഴും ഈ KYC അപ്ഡേറ്റ് ഇല്ലാതെ ഫ്രീസ് ചെയ്യപ്പെടുന്ന അക്കൗണ്ടുകൾ ഒന്ന് KYC അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ അൺഫ്രീസ് ആകുമെങ്കിൽ ചില അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഇൻറ്റിമേഷൻ മുഖാന്തരം, അന്വേഷണ ഏജൻസികളുടെ ഇൻറ്റിമേഷൻ മുഖാന്തരം ഫ്രീസ് ചെയ്യുന്ന അക്കൗണ്ടുകൾ അത്ര പെട്ടെന്ന് അൺഫ്രീസ് ചെയ്യപ്പെട്ട് കൊടുക്കുകയില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു റിറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അത് അൺഫ്രീസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സസ്പീഷ്യസ് ട്രാൻസാക്ഷൻസ് കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും P2P അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിപ്റ്റോ ട്രേഡിംഗ് മുതലായ കാര്യങ്ങൾ മുഖാന്തരമാണ് പലപ്പോഴും അക്കൗണ്ടുകളിൽ ഇങ്ങനെ ഒരു ഇല്ലീഗൽ മണി വന്നു എന്ന കാരണത്താൽ അന്വേഷണ ഏജൻസികൾ ഫ്രീസ് ചെയ്യുന്നത്. ഇങ്ങനെ ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകൾ അൺഫ്രീസ് ചെയ്തെടുക്കാത്ത പക്ഷം നിങ്ങൾക്ക് പിന്നിൽ ഒരു സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് അന്വേഷണ ഏജൻസികൾ കടക്കുകയും ചെയ്യുന്നതാണ്.